ഹരിപ്പാട് നിന്ന് അനന്തകൃഷ്ണൻ തുടരുന്നു വിവരങ്ങളുമായി. അനന്തൻ, പറയൂ. ഹരിപ്പാട് വലിയ ജനസഞ്ചയമാണ് വി എസിന് യാത്രാമൊഴി നൽകാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. ഇവിടെ അല്പസ്വല്പം മഴ പെയ്യുന്നുണ്ട്. ഒരു പെരുമഴയല്ല, ഒരു സങ്കട മഴയാണ് ഇവിടെ പെയ്യുന്നത്. ഇന്നലെ രാത്രി മുഴുവൻ മഴയായിരുന്നു. ഇപ്പോൾ ആൾക്കാരെല്ലാം കുട ചൂടി ഈ ഹരിപ്പാട് ടൗണിൻ്റെ നടുവിൽ റോഡിൻ്റെ രണ്ട് വശത്തുമായി അവർ വി എസിനെ കാത്തു നിൽക്കുകയാണ്. ഒരു പക്ഷേ വി എസ് ഇപ്പോൾ കടന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ണിലേക്കാണ്, ആലപ്പുഴയുടെ മണ്ണിലേക്കാണ്, വിപ്ലവ മണ്ണിലേക്കാണ്. വി എസ് വലിയ വലിയ പോരാട്ടങ്ങൾ ഏറ്റവും കൗമാരകാലം മുതൽ തന്നെ സമരസജ്ജമായ മണ്ണാണ്. ഇവിടുത്തെ കർഷക തൊഴിലാളികളെ, ഈ ഹരിപ്പാടടക്കമുള്ള കുട്ടനാടൻ മേഖലയിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് വി എസ് പോരാട്ട വീഥിയിലേക്ക്, രാഷ്ട്രീയ വീഥിയിലേക്ക് കടന്നു വന്നത്. ഇവിടെ നിന്ന് വി എസിന് ലഭിച്ച രാഷ്ട്രീയ അനുഭവം, പരിചയം, അതൊക്കെ തന്നെയായിരുന്നു ഈ 102 വയസ്സുവരെ നിർത്താതെയുള്ള പോരാട്ടങ്ങൾക്ക് വി എസിന് ഊർജം നൽകിയത്. ഇവിടെയൊക്കെ സ്ത്രീകളടക്കം ഒരുപാട് പേർ, ഇവിടെ വലിയൊരു ജനസഞ്ചയമാണ്. നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ജനക്കൂട്ടമാണ് ഈ ഹരിപ്പാട് ഒത്തുകൂടിയിരിക്കുന്നത്. കാരണം ആലപ്പുഴ ഇനിയിപ്പോൾ ഹരിപ്പാടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവിടെയാകും ഈ അനുശോചനം, ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള ഒരു അവസാന പോയിന്റ് ആലപ്പുഴ ജില്ലയിലെ. കാരണം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ വി എസിൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ എത്തുന്നതിനിടയിൽ ഈ റോഡിന് ഇരുവശവും ആൾക്കാരുണ്ടാകാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇനി ഇവിടെ ഹരിപ്പാട് കഴിഞ്ഞാൽ വാഹനം നിർത്തി അനുശോചനം അറിയിക്കാനുള്ള, ആദരാഞ്ജലി അർപ്പിക്കാനുള്ള ഒരു സാധ്യത കുറവാണ്. കാരണം ഇതുകൂടി കഴിഞ്ഞില്ലെങ്കിൽ വി എസിനെ ആലപ്പുഴയിലേക്ക് എത്തുമ്പോഴേക്കും, വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഒരുപാട് വൈകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ ഹരിപ്പാട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടേക്കുള്ള ആൾക്കാർക്ക് വീട്ടിലേക്കും ഒപ്പം തന്നെ പാർട്ടി ഓഫീസിലും ഒപ്പം പോലീസ് ഗ്രൗണ്ടിലുമൊക്കെ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്താൻ, ആ പൊതുദർശന ചടങ്ങിൽ പങ്കെടുക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ ഹരിപ്പാടുകാർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വി എസിൻ്റെ ഓർമ്മകൾ പങ്കിട്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ വി എസിനെ, പുതിയ തലമുറയാണ്, വി എസിനെ എങ്ങനെയാണ് നിങ്ങൾ? നമ്മുടെ ഞങ്കും കറളുമാണ്. തീർച്ചയായിട്ടും പുള്ളിയെ അവസാനമായിട്ട് ഒരു നോക്ക് കാണാനായിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. ഇന്നലെ രാത്രി തൊട്ട് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇന്നലെ രാത്രി വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇന്നലെ 7 മണിക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചു. നമുക്കറിയാം ഇന്നലെ അത് എത്തത്തില്ലെന്ന്, ഒരു കാരണവശാലും എത്തത്തില്ലെന്ന് നമുക്കറിയാം. ഇന്നലെ തൊട്ട് നിൽക്കുകയാണ്. എങ്ങനെയാണ് വി എസിനെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ വിപ്ലവ നേതാവ് തന്നെയാണ്. ഈ സമരമുഖത്തും ഈ നമ്മളെ ഇത്രയും മഴ നനഞ്ഞു ആളുകൾ ഇവിടെ കാത്തു നിൽക്കണമെങ്കിൽ വി എസിനെ പോലെയുള്ള ഒരു വലിയ മനുഷ്യനെ അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ്. പിന്നെ എങ്ങനെയാണ് പറയേണ്ടതെന്നറിയാൻ വയ്യ, വാക്കുകൾ വരുന്നില്ല. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. കുട്ടനാടിൻ്റെ മണ്ണാണ്, കുട്ടനാടിൻ്റെയാണ്, പുത്താണെന്ന് പറയും. ഓർമ്മയുണ്ടോ വി എസിൻ്റെ പോരാട്ടങ്ങൾ, കുട്ടനാട്ടിൽ നിന്നുള്ള പോരാട്ടങ്ങൾ ഓർമ്മയുണ്ടോ? നല്ല സ്വഭാവമാണ്. എല്ലാവരും കാണാൻ വേണ്ടി ഞങ്ങൾ കാത്തു നിൽക്കുകയാണ്. അച്ഛമാമൻ എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത്. എല്ലാവരും കാണാൻ വേണ്ടി ഞങ്ങൾ ഈ മലയാളം നിൽക്കുകയാണ്. സ്ത്രീകളുടെ അന്തസ്സിന് വേണ്ടി പോരാടിയ നേതാവാണ്. ഇത്രത്തോളം സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി പോരാടിയൊരു നേതാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വി എസ് തന്നെ എന്നാണ് അതിന് മറുപടിയായിട്ടുള്ളതും. മോളെങ്ങനെയാണ് വി എസിനെ എങ്ങനെയാണ് കരുതുന്നത്? നല്ലൊരു നേതാവായിരുന്നു. നമ്മൾ നല്ലപോലെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അങ്ങനെ അറിയാം, കാണണമെന്ന് തോന്നി വന്നു. വി എസിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ എന്താണ് പറയാനുള്ളത്? എന്ത് പറയാനാണ്, നമുക്ക് ദുഃഖം താങ്ങാൻ സഹിക്കാൻ പറ്റാത്ത ദുഃഖമുണ്ട് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ. ആലപ്പുഴക്കാർക്ക് വി എസിനെ കുറിച്ച് എന്താണ് ഓർക്കാനുള്ളത്? ചെറുപ്പം തൊട്ടേ കേൾക്കുന്നതാണ് വി എസിനെ കുറിച്ച്. അതിൻ്റെ പാത തുടർന്ന് പോകുന്നതാണ് നമുക്കൊരു താല്പര്യം. എപ്പോഴും ഇന്നിപ്പോൾ രാവിലെ വന്നു ഇവിടെ? രാവിലെ വന്നു, ഇവിടെ അടുത്താണ് വീട്. എങ്ങനെയാണ് ചേട്ടാ ഓർക്കുന്നത്? നല്ലൊരു നേതാവാണ്. ഒരുപാട് നേതാവ് ഇനി ഉണ്ടാകുന്നു. അവരുടെ നേതാവാണ് വിടവാങ്ങുന്നത്. തലസ്ഥാന നഗരിയിൽ നിന്ന് അവസാന യാത്ര അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനവുമായി സജീവമായതിനു ശേഷം ഏറ്റവും കൂടുതൽ കാലം ചിലവഴിച്ചത് തിരുവനന്തപുരത്തായിരുന്നു വി എസിന്റെ എല്ലാ പോരാട്ടങ്ങളുടെയും കേന്ദ്ര പ്രവർത്തന മേഖല തീരുമാനങ്ങൾ എടുക്കുന്ന ഇടം, ഉറച്ച ശബ്ദങ്ങൾ കേട്ട സ്ഥലം. അനന്തപുരി ഏറെക്കാലം സാക്ഷ്യം വഹിച്ചു അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്, നിലപാടുകൾക്ക്, അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾക്ക്. ആ പ്രവർത്തന മണ്ഡലം വിട്ടതാ വീണ്ടും ജന്മനാട്ടിലേക്കൊരു തിരികെ മടക്കം.